ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുള, ഒപ്പം തന്നെ അത് ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ CPIM നേതാക്കൾ, അത് ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം വന്നിരിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ വലിയ വിവാദമായി മാറിയ ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന അപകടം. ഈ സംഭവത്തിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷം മാത്രമല്ല CPM നിന്ന് തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി രംഗത്തെത്തിയത് CPM ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ജോൺസൺ PJ ആയിരുന്നു. ഫേസ്ബുക്കിൽ അദ്ദേഹം വളരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞത്, വീണ ജോർജിന് മന്ത്രി പോയിട്ട് MLA ആയി ഇരിക്കാൻ പോലും അർഹതയില്ല, കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്നാണ്. ഇതോടെ വിവാദം അവസാനിച്ചില്ല. മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട CPM ഏരിയ കമ്മിറ്റി അംഗമായ N രാജീവും സോഷ്യൽ മീഡിയയിൽ പരോക്ഷമായി പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കുട്ടിയായിരിക്കെ പരീക്ഷാ ദിവസം വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചോദ്യങ്ങളിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. മന്ത്രിയെ ലക്ഷ്യമായിട്ടുള്ള പരിഹാസമാണെന്ന് പലരും വിലയിരുത്തി. ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ഇത്തരം തുറന്ന വിമർശനം ഉയർന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. അതേസമയം പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ വിശദീകരണ യോഗങ്ങളും നടപടികളും സ്വീകരിക്കുമെന്ന് പിന്നീട് വ്യക്തമാക്കി. മന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ CPIM പ്രാദേശിക നേതാക്കളുടെ വിമർശനം. ഒരു MLA ആയി ഇരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്ന് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ കുറ്റപ്പെടുത്തി. സ്കൂളിൽ കേട്ടെഴുത്തുണ്ടെങ്കിൽ വയറുവേദന പറഞ്ഞ് വീട്ടിലിരിക്കുമെന്ന് ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവും പരിഹസിച്ചു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. മന്ത്രി വീണ ജോർജിന് പറ്റിയ വീഴ്ച, ഇക്കാര്യങ്ങളിലൊക്കെ പ്രതിഷേധവും ശക്തമായി നടക്കുന്നുണ്ട്. ഇതിനൊപ്പം ഈ സമൂഹ മാധ്യമങ്ങളുടെ CPIM പ്രാദേശിക നേതാക്കൾ കൂടി രംഗത്തെത്തുമ്പോൾ അത് വലിയൊരു വിമർശനത്തിന്, അല്ലെങ്കിൽ മന്ത്രിക്ക് സംഭവിച്ച വീഴ്ച, അത് അതിന്റെ ആഘാതം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുള, ഒപ്പം തന്നെ അത് ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ CPIM നേതാക്കൾ, അത് ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ളത് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ആണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, മന്ത്രി പോയിട്ട് MLA ആയിരിക്കാൻ പോലും വീണ ജോർജിന് അർഹതയില്ല, കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത്. ഈ രണ്ട് വാചകങ്ങളാണ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗം ആണ് എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. പത്തനംതിട്ട CWC മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് N രാജീവാണ് മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പരോക്ഷമായിട്ടുള്ള വിമർശനം CPIM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത്, കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അർത്ഥത്തിലാണ് മന്ത്രി വീണ ജോർജ് ഇന്നലെ ദേഹാസ്വാസ്ഥ്യം വന്ന ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ പരിഹാസരൂപേണയും CPIM ഏരിയ കമ്മിറ്റി അംഗം തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് മന്ത്രി വീണ ജോർജിനെതിരെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ CPIMന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളിൽ നിന്ന് തന്നെ ഫേസ്ബുക്കിൽ വിവിധ പ്രൊഫൈലുകളിലായി വിമർശനങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ്.